നമ്മളെ പ്രവാസികളെ പറ്റി എന്താ പറയാനുള്ളത്? നമ്മുടെ പ്രവാസികളെന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ, അവർക്ക് വേണ്ടി ജീവിക്കുന്നവർ. എല്ലാ പ്രവാസികളും ജീവിക്കുന്നത് നമ്മൾ ആശ്രയിക്കുന്നവർക്ക് വേണ്ടിയും നാട്ടിൽ ദുഃഖപ്പെടുത്തുന്നവർക്ക് വേണ്ടി അവരുടെ ഒരേ ചില്ലിക്കാശും വെച്ച്. അതാണ് പ്രവാസികൾ. ഹൃദയമുള്ളവനാണ് പ്രവാസി. ആ പ്രവാസികളെ നാട്ടിൽ പോയാൽ ചിലർക്ക് വേണ്ടി അതെന്തായിട്ട് നാട്ടിൽ പോയാ ഇത് വന്ന് സ്വർണം കായ്ക്കുന്ന മരമാണ് പ്രവാസി. നാട്ടിൽ പോയി അത് കായ്ക്കാതെ വരുമ്പോ, അവർക്കത് കിട്ടാതെ വരുമ്പോ ഇവര് വന്നിട്ട് ഒന്നിനുണ്ട് പോകുമ്പോ ആ സ്പ്രേയുടെ മണത്തിൽ അവര് വന്നിട്ട് നമ്മളെയൊക്കെ മാമ, മച്ച, അളിയ, അണ്ണ, ഹാക്ക, ഇക്ക എന്നൊക്കെ പറയും. ഇത് സംഭവം അവർക്ക് ഇവരുടെ അടുത്തുനിന്ന് ഒന്നും കിട്ടൂല എന്നറിയുമ്പോ അവര് മുഖം തിരിച്ചു പോകും. അതാണ് പ്രവാസിയുടെ ഹിസ്റ്ററി. പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഹൃദയം പ്രവാസിക്ക് പടച്ചവൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ ചതിക്കാൻ പഠിച്ചിട്ടില്ല. ജീവിതത്തിൽ കടലിൽ പോയിട്ട് ഇന്നലെ പണിക്ക് വിടുന്നത്? ഇന്നലെ പണിക്ക് പോയിട്ട് 3 മീൻ കിട്ടി. ഇന്ന് പോയിട്ടില്ല. ഇന്ന് പണിക്ക് പോയി കാറ്റ് ഭയങ്കര. അപ്പൊ നമ്മളെ പ്രവാസികളെല്ലാരെ ജീവിതത്തെ കുറിച്ച് പ്രവാസികളെന്ന് വെച്ചാൽ അവന് ജാതി മതമില്ല. മനുഷ്യൻ എന്താ പറയാനുള്ളത് ഇതിന് അഭിപ്രായം? ഇത് നമ്മളെ ശരത്തിന്റെ മുത്താന്റെ കിങ്ഫിഷിനെ പൊട്ടിക്കണ ഫന്നാനാണിത്. നമ്മുടെ മരുമൻ പറഞ്ഞതെല്ലാം കണക്കാണ്. നമ്മുടെ ജീവിതം മൊത്തവും നമ്മൾ നശിപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഭാര്യയും മക്കളും നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ജീവിതമേ ഇവിടെ നശിപ്പിക്കും. 1 രൂപ മാറ്റി വെക്കില്ല. നാളെ ഒരു സമയത്ത് നമ്മുടെ കയ്യും കാലും വീഴയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാര്യയും മക്കളും നമ്മുടെ ടിവിയിലൊക്കെ കാണുന്നുണ്ട്. 37 വർഷം നിന്ന് സമ്പാദിച്ച് അവരെ വളർത്തി തിരുത്തി എടുത്ത് അവരെ പഠിപ്പിച്ച് വലിയ രീതിയിലാക്കിയതിന് ശേഷം ആ തന്തപ്പൊടിയില്, അതായത് മലപ്പുറം സൈഡ് ടിവിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്, ആ തന്തയിനെ അവര് ഈ പേപ്പർ പോലെ വലിച്ചു. അവസാനം അത് മറ്റേ മുസ്ലിം സംഘടനകൾ ചേർന്ന് തന്നെയാണ് അയാൾക്ക് ഒരു ഇരിപ്പിടം ഒതുക്കി കൊടുത്തത്. അപ്പൊ ഇതാണ് പ്രവാസികളുടെ ഒരു ഇത്. പിന്നെ നമുക്ക് 24 ദൈവം അനുഗ്രഹിച്ച് നമ്മുടെ കൈയും കാലം ആരോഗ്യം തരുന്നത് ഒരു അധ്വാനിച്ച് ജീവിക്കുക.